പരിസരത്ത് ജീവിക്കുന്നു. ഏർവാടിയിൽ ചികിത്സയ്ക്കെത്തി മരണത്തിന് വിധേയരായ നിരവധി മലയാളികളുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. സ്ത്രീകൾ ക്രൂരമായ ചൂഷണത്തിനും പീഡനത്തിനും ഇരയാക്കപ്പെടുന്നുണ്ട് ഇവിടെ. പീഡനങ്ങൾക്കിരയായി മരിച്ച സാബിറ എന്ന യുവതിയുടെ അനുഭവം ഓർക്കുക. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. പലതും പുറം ലോകം അറിയുന്നില്ല. ഏർവാടിയുടെ ഭക്തന്മാരും അതിന്റെ ഗുണഭോക്താക്കളും അടങ്ങിയ തൽപരകക്ഷികൾ പല സംഭവങ്ങളും പുറത്തുവരാതെ മറച്ചുവെക്കുന്നു. ചികിത്സയുടെ പേരിൽ ചൂഷണത്തിനും മരണത്തിനും വിധേയമാക്കപ്പെടുന്നവർക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് പുറം ലോകം അറിയാതിരിക്കുവാൻ ഇവർ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. മാനസികവും ശാരീരികവുമായ രോഗങ്ങൾക്ക് ചികിത്സയ്ക്കായെത്തുന്ന സ്ത്രീകളെ ലൈംഗിക വ്യാപാരത്തിനും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കാലിൽ ചങ്ങലക്കിട്ടും തൂണുകളിൽ ബന്ധിച്ചു കിടക്കുന്ന രോഗികൾ. അവരിൽ പലരും മാസങ്ങളും വർഷങ്ങളുമായി ഈ അവസ്ഥയിൽ കഴിയുന്നവരാണ്. മാനസിക രോഗികൾ എന്ന പേരിൽ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഹതഭാഗ്യർ. ഇവർ ഏർവാടിയിലെ ചികിത്സാ കേന്ദ്രങ്ങളിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഈ പീഡനങ്ങളും ക്രൂരതകളും ആത്മീയ ചികിത്സയുടെ പേരിൽ ന്യായീകരിക്കപ്പെടുകയാണ് കുബൂരിപക്ഷത്ത്. കിരാതവും ക്രൂരവുമായ പീഡനങ്ങളെ ഇവർ ഭംഗിവാക്കുകൾ കൊണ്ട് ന്യായീകരിക്കുന്നു. ചികിത്സയുടെ മറവിലുള്ള തട്ടിപ്പുകളെയും ക്രൂരതകളെയും ദിവ്യവൽക്കരിക്കുന്നു. മഹത്തായ സംഭവങ്ങളെന്നോ ദിവ്യത്വവും ആത്മീയതയും നിറഞ്ഞു കവിയുന്ന കാര്യങ്ങളെന്നോ ഇത്തരം നീചവൃത്തികളെ ഇവർ ന്യായീകരിക്കുന്നു. എല്ലാ വാതിലുകളും അടയുമ്പോൾ അവസാനമാണ് രോഗികൾ ഏർവാടിയിലെത്തുന്നത്. എല്ലാ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും കാണിച്ചിട്ടുണ്ടാകും. ഇന്ത്യയിലെ ഒന്നാംകിട മനോരോഗ വിദഗ്ധനെ കാണിച്ചിട്ട് സുഖമാകാത്ത ഒരാൾ ഇവിടെ വന്നു സുഖപ്പെട്ടതായി പറഞ്ഞു. ആശ്രിതരിൽ പലർക്കും വളരെ പെട്ടെന്ന് തന്നെ മനഃശാന്തി ലഭിക്കുന്നു. സാവധാനം ഭേദപ്പെട്ടു വരുന്നവരുമുണ്ട്. ഈ മണൽപ്പരപ്പ് മനസ്സുകൾക്ക് ശാന്തി പ്രദാനം ചെയ്യുന്നു. അടുത്തറിയുന്നവർക്കൊക്കെ ആശ്ചര്യം. സൈക്യാട്രിസ്റ്റുകൾ പലരും ആദ്യം വിമർശിക്കുന്നു. സത്യം ബോധ്യപ്പെടുമ്പോൾ അത്ഭുത സ്തബ്ധരാകുന്നു. മനസ്സുപോലെ നിഗൂഢമായ മാനസികാരോഗ്യ കേന്ദ്രത്തെ അവർ അംഗീകരിക്കുന്നു. എല്ലാവരും സമ്മതിച്ചു, രോഗം മാനസികമാണ്. ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത മനസ്സിനെ മരുന്നുകൊണ്ടല്ല, ആത്മീയ പ്രഭ കൊണ്ടാണ് സുഖപ്പെടുത്തുന്നത്. ലോകത്തെ ഏറ്റവും വലിയ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നാകാം ഏർവാടി. ആത്മീയ പരിചരണ രീതി മറ്റു മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഏർവാടിയെ വേർതിരിച്ചു നിർത്തുന്നു. അശരണരുടെ ആശാകേന്ദ്രമാണ് ഇവിടം. ദർഗാ കമ്മിറ്റി സാരഥികൾ പാപങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുന്നില്ലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് കുഴങ്ങിയിട്ടില്ല ഒരു അന്തേവാസിയുടെ മൊഴി. 100ഓളം വരുന്ന മാനസിക രോഗികൾ മതവൈജാത്യത്തിനതീതമായ വെള്ള ഷർട്ടും മുണ്ടും തൊപ്പിയും ധരിച്ച് ദിനേന ദർഗയിലേക്ക് പോകുന്നു. ഇതൊരു കാഴ്ച തന്നെയാണ്. രോഗികളെ വേണ്ടവിധം പരിപാലിക്കുന്നുവെന്ന് ഉടമ പറഞ്ഞു. മാനസിക രോഗത്തിന് പുറം ചികിത്സയൊന്നും നൽകുന്നില്ല. വൈകുന്നേരങ്ങളിൽ ദർഗയിലേക്ക് കൊണ്ടുപോകുന്നു. ദിക്റ് ചൊല്ലും. മതവ്യത്യാസം കൂടാതെ എല്ലാവരും ഇത് പതിവാക്കുന്നു. ഭ്രാന്തന്മാർക്ക് സായുജ്യത്തിന്റെ തീരമാണ് ഏർവാടി. ആ മണലുകളിൽ വിളയുന്നത് ശാന്തിയും സമാധാനവുമാണ്. ചുട്ടുപൊള്ളുന്ന മണലിൽ തളിർക്കുന്നത് വരും ജീവിതങ്ങൾ. ഡോക്യുമെന്ററിയിലെ മറ്റൊരു ഭാഗം ശ്രദ്ധിക്കൂ. ആചാര അനാചാരങ്ങളുടെ പേരിൽ ഏർവാടിയെ വിമർശിക്കുന്നവരുണ്ട്. എന്നാൽ എന്താണ് വസ്തുത? ദീനീ വിജ്ഞാനങ്ങൾ പഠിക്കാനും സത്യമെന്തെന്നറിയാനും കേരളീയർക്ക് അനുകൂല സാഹചര്യമാണുള്ളത്. പൂർവിക പണ്ഡിത മഹത്തുക്കളുടെ ശ്രമഫലമായി പാരമ്പര്യമായും കേരളീയർക്ക് ദീനീ വിദ്യാഭ്യാസം ലഭിച്ചു. പക്ഷേ തമിഴ് മക്കൾക്ക് ആ ഭാഗ്യമുണ്ടായില്ല. അവരിന്നും ദീനീ രംഗത്ത് അജ്ഞരാണ്. അത് അവരുടെ ജീവിതത്തിൽ പലപ്പോഴും നിഴലിച്ചു കാണുന്നുവെന്നത് ഒരു ദുഃഖസത്യമാണ്. നമുക്ക് ലഭിച്ച സൗഭാഗ്യത്തിൽ അഹങ്കരിക്കാതെ ഈ സഹോദരങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി അവരെ സൽവഴിയിൽ നടത്താൻ ശ്രമിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അല്ലാതെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് ആക്ഷേപിക്കുകയല്ല. ചിലരുടെ നിരുത്തരവാദപരമായ സമീപനം മൂലം ദുരന്തങ്ങളും വിപത്തുകളും എവിടെയുമെന്ന പോലെ ഏർവാടിയിലും സംഭവിച്ചേക്കാം. അതിന് പുണ്യാത്മാക്കൾ ഉത്തരവാദികളല്ലെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ദർഗാ പരിപാലക ട്രസ്റ്റും ഇതിന് ഉത്തരവാദികളല്ലെന്ന് വസ്തുനിഷ്ഠമായി അന്വേഷിച്ചാൽ ബോധ്യപ്പെടും. എത്രമാത്രം സാമൂഹ്യ വിരുദ്ധമാണ് ഈ ദുർബല ന്യായീകരണങ്ങൾ എന്ന് ഏർവാടിയിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചങ്ങലകളെ പൂമാലകളാക്കുകയും ബന്ധനത്തെ ആത്മീയ അനുഭൂതിയാക്കുകയും ചെയ്യുന്ന പുരോഹിതന്മാർ. ചങ്ങലക്കിട്ടവരുടെ ശരീരത്തിലെ മുറിവുകൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. ശരീരവും മനസ്സും മരവിച്ച മനുഷ്യർ
മൃഗങ്ങളെപ്പോലെ ഏർവാടിയുടെ പീഡന കേന്ദ്രങ്ങളിൽ നരകിക്കുന്നത് അവഗണിക്കുന്നു. ഏർവാടി ശുഹദാക്കന്മാർ സ്വപ്നത്തിലും രാത്രിയുടെ മറവിലും വന്ന് രോഗികളെ ചികിത്സിക്കുന്നുവെന്ന വിശ്വാസം പ്രചരിപ്പിക്കുവാൻ ഇവർ ശ്രമിക്കുന്നു. ഒരു വലിയ വിഭാഗം ദുർബല വിശ്വാസികൾ ഇത്തരമൊരു തെറ്റിദ്ധാരണയ്ക്ക് വിധേയരാണ്. മെഡിക്കൽ കോളേജുകളിൽ നിന്നും ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ നിന്നും തിരസ്കരിക്കപ്പെടുന്ന രോഗികൾക്ക് ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർവാടി ശുഹദാക്കന്മാർ ചെയ്തു കൊടുക്കുന്നുവെന്ന കഥകൾ ഏർവാടിയുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈയിടെ ഒരു ഓപ്പറേഷൻ നടന്നതായിട്ട് എനിക്കറിയാം. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹാക്കിംഗ് ഡോക്ടർ പാപ്പാടിക്ക് ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1.5 ലക്ഷം രൂപയോളം വില പറഞ്ഞ തല ഓപ്പറേഷൻ പറഞ്ഞു. അദ്ദേഹം ആ കുട്ടിയായിട്ട് ഇവിടെ വരുവുണ്ടായി. ഇവിടെ കിടന്ന് നിലവിളിച്ച് കിടന്ന് കരഞ്ഞതിന് ശേഷം ഉപ്പാപ്പ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്ത് ഹാക്കിംഗ് ഡോക്ടർ പാപ്പാടിക്കെ കൊണ്ട് കിടത്താൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് നേരെ ഹാക്കിംഗ് ഡോക്ടർ പാപ്പാടിക്കെ കൊണ്ട് കൊടുത്തി ഒറ്റ ദിവസം കൊണ്ട് തന്നെ തല ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യുകയും ആ ആശുപത്രിയില്ല തുണി ഇങ്ങനെ വെച്ച് കെട്ടുകയും പഞ്ഞികളും എല്ലാം ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ നേരം വെളുത്തപ്പോൾ എങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്നു അതുപോലെ ക്ലിയർ ആയിട്ട് തല ഹോസ്പിറ്റലിൽ കെട്ടി ഓപ്പറേഷൻ ചെയ്ത് വിടുകയും അവിടുന്ന് തന്നെ ഉടനെ തന്നെ പിറ്റേന്ന് തന്നെ സ്വപ്നം കാണിച്ചു കൊടുക്കുക അവർ നാഹൂറിലേക്ക് പോകണമെന്ന് പറയും. അപ്പം ജനങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇത് കാണാൻ വേണ്ടി അത്ഭുതമായ ഒരു കാഴ്ചയായിരുന്നു. അത് കാണാൻ വേണ്ടി ഇങ്ങനെ വന്ന പെട്ടെന്ന് തന്നെ അവരെ മഹാന്മാരങ്ങ് പറഞ്ഞു വിട്ടു. കാരണം 8 വർഷമായുള്ളവരുണ്ട്, 10 വർഷമായുള്ളവരുണ്ട്, ചിലപ്പോൾ 2 മാസം കൊണ്ട് തന്നെ രോഗം മാറുന്ന രീതിയിൽ ഉള്ള ഇതുണ്ട്. അത് നമ്മളിവിടെ ഈ മഹാന്മാരോട് നമ്മളെങ്ങനെ നമ്മളിവിടെ പെരുമാറുന്ന ആ രീതിയിലാണ് നമുക്ക്. ലക്ഷക്കണക്കിന് ആളുകൾ ദൃക്സാക്ഷിയായ ഒരു അത്ഭുത സംഭവത്തെക്കുറിച്ചാണ് ഈ വ്യക്തി വിവരിക്കുന്നത്. സാധാരണ ഓപ്പറേഷനുകൾ പോലെ അടയാളങ്ങളും സർജറിയുടെ ലക്ഷണങ്ങളും ശേഷിച്ചുകൊണ്ട് നടന്ന സംഭവത്തെക്കുറിച്ച് ആ പരിസരത്തു നിന്ന് വ്യക്തമായ വിവരം നമുക്ക് ലഭ്യവുമല്ല. വർഷങ്ങളോളം ഏർവാടി ദർഗയുടെ ഭരണസമിതി അംഗമായിരുന്ന സൈനുൽ ആബിദീൻ പറയുന്നത് താൻ ഇത്തരം അത്ഭുതങ്ങൾക്ക് ദൃക്സാക്ഷിയായിരുന്നിട്ടില്ല എന്നതാണ്. എന്താ ദർഗയില് എന്താ പദവി ഏற்கனவே 308 എന്തായിരുന്നു സ്വപ്നത്തിൽ വന്ന് ഓപ്പറേഷൻ പண்ற ഇതില്ല அது எனக்கு தெரியல. முன்னே இருந்ததா அது அந்த சமயம் எனக்கு தெரியல. அப்படியா? இந்த சரித்திரத்தில் அந்த மாதிரி ஏதாவது அந்த இது அது எனக்கு அப்பாற்பட்டது. அப்படியா? அப்புறம் தான் வந்தது இல்ல? அப்புறம் வந்ததா அது அது அந்த விஷயங்கள் எனக்கு அப்பாற்பட்டது. எனக்கு தெரியாது. தெரியாது நான் சொல்றேன். ஆமா. அதுக்கு யோசிப்பு இருக்கா? அதுக்கு நீங்க வந்து இது பண்றீங்களா? இல்ல. அதாவது உங்களுக்கு இல்ல, இப்ப இந்த மாதிரி நடக்குதுன்னு சொல்றாங்களே, அதுக்கு வந்து நீங்க ஒப்போஸ் பண்றீங்களா இல்ல அதுக்கு வந்து? நான் அதுக்கு அப்பா என்னது சிந்தனைக்கு அப்பாற்பட்டது.